നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. രണ്ടായിരത്തി മോഹൻലാലിൻ്റെ റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതാണ്? എന്തായാലും മമ്മൂട്ടിയും മോഹൻലാൽ രണ്ട് പില്ലേഴ്സാണ്. നമ്മളെ 10-40-50 കൊല്ലമായിട്ട് മലയാള സിനിമ അടക്കി ഭരിക്കുന്നവരാണ്. ഇതിനായിട്ട് ഒരുപാട് താരങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഇവരെ രണ്ടുപേരും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ രണ്ട് കണ്ണുകൾ പോലെയാണ് മമ്മൂട്ടിയും മോഹൻലാലും. മലയാള സിനിമയ്ക്കും മലയാളികൾക്കും അത് തന്നെയാണ്. എന്തായാലും മോഹൻലാലിൻ്റെ 2024 ആദ്യം റിലീസ് ചെയ്ത സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. പ്രതീക്ഷിച്ച ചലനം സൃഷ്ടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല. ലിജോ പല്ലിശ്ശേരി സിനിമയായിരുന്നു, ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു, ഷിബു ബേബി ജോണിൻ്റെ ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയായിരുന്നു. ക്രിറ്റിക്കലി ഒരുപാട് പേര് നല്ലതെന്ന് പറയുന്നെങ്കിലും കൊമേഴ്ഷ്യലി ഒരു വലിയ ഫ്ലോപ്പായ ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. എനിക്കൊന്ന് ഒരുപാട് പ്രതീക്ഷകളായിട്ട് വന്നുകൊണ്ടായിരിക്കാം. അടുത്തത് അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമ എമ്പുരാനാണ്. പക്ഷേ എമ്പുരാൻ ഈ വർഷം റിലീസില്ലെന്നുള്ള ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അത് ഏറ്റവും പ്രതീക്ഷ, മലയാള സിനിമയിലെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന എമ്പുരാൻ തന്നെയാണ്. മലയാള സിനിമയിൽ ഏത് താരങ്ങളുടെ എടുത്ത് നോക്കിയാലും എമ്പുരാൻ തന്നെയാണ് ഏറ്റവും മലയാള സിനിമയിൽ ഏറ്റവും പ്രതീക്ഷകളുള്ള സിനിമ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായിട്ടുള്ള എമ്പുരാൻ തന്നെയാണ്. അന്നേരം അതിൻ്റെ ഷൂട്ടിംഗ് പ്രോഗ്രസ് ചെയ്യുന്നു. എന്തായാലും ഈ വർഷം എമ്പുരാൻ ഇല്ലെന്നുള്ളത് ഏകദേശം ഉറപ്പായ സ്ഥിതിക്ക് 2025 എമ്പുരാൻ റിലീസ് ചെയ്യുന്നു. ലൂസിഫറിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റിംഗ് എന്ന് പറയുന്ന സിനിമ എമ്പുരാനാണ്. മോഹൻലാൽ അടുത്തതായിട്ട് അഭിനയിക്കുന്ന സിനിമ മാർച്ച് ഏപ്രിലോ ആയിട്ട് തുടങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് സത്യനന്ദിക്കാട് ചിത്രമാണ്. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ. നമുക്ക് ഒരുപാട് അനവധി ഹിറ്റുകൾ ഒരുക്കിയ സിനിമയാണ്. ലാസ്റ്റ് കുറച്ച് സിനിമകളൊക്കെ ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ പോലും ഒരു 90% സൂപ്പർ ഹിറ്റുകളും മെഗാ ഹിറ്റുകളും മാത്രം നൽകിയൊരു കോമ്പിനേഷനാണ്. അന്നേരം അതിനകത്ത് ശോഭന ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്തോന്നാലും ശോഭന ഉണ്ടെന്ന് പറയുന്നത് എന്നാലും സാധാരണ രീതിയിലുള്ളൊരു സത്യനന്ദിക്കാട് സിനിമ അല്ലെന്നും പറയുന്നു. സാധാരണ സത്യനന്ദിക്കാട് ചിത്രം എന്ന് പറയുന്നത് ഗ്രാമീണത്വം തുളുമ്പുന്ന സിനിമകളാണ്. പക്ഷേ ആ സിനിമകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമെന്ന് പറയപ്പെടുന്നു. ആ സിനിമ എന്തായാലും ഈ വർഷം റിലീസാണ്. റിലീസിന് തയ്യാറെടുക്കുന്ന മറ്റൊരു സിനിമ എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്യുന്ന, നായകനാകുന്ന, 3D ഒരുങ്ങുന്ന ഗംഭീര വിദേശ ടെക്നീഷ്യന്മാരുകൊണ്ട് മൊത്തം അണിയനിരയിൽ പ്രവർത്തിക്കുന്ന, ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നൊരു സിനിമയാണ്. ഒരുപാട് മോഹൻലാൽ ഫാൻസുകാർ പോലും പ്രതീക്ഷകൾ കുറച്ച് വെച്ചേക്കുന്ന സിനിമ. പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 40-50 കൊല്ലമായ ഒരു നടൻ സംവിധാനം ചെയ്യുമ്പം ഒന്നും കാണാതെ സംവിധാനം ചെയ്യത്തില്ല എന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. പിന്നെ വിദേശ ടെക്നീഷ്യന്മാരുടെ എണ്ണം പറഞ്ഞ വിദേശ ടെക്നീഷ്യന്മാരുടെ ഗംഭീരമായ കാര്യങ്ങൾ, അതിന് 3Dയിൽ ഒരുങ്ങുമെന്ന് പറയുമ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് കേൾക്കുന്നൊരു സിനിമ. പിന്നെ ബറോസ് മാർച്ച് 28 റിലീസ് ചെയ്ത സിനിമ റിലീസ് ഡേറ്റ് മാറ്റിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ വർഷം ഉറപ്പായിട്ട് റിലീസുണ്ട്. ബറോസ് സത്യനന്ദിക്കാട് ചിത്രം ഉറപ്പാണ്. ഇനി ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന സിനിമ റംബാനാണ്. മോഹൻലാൽ ജോഷി കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 90% ഹിറ്റുകൾ മാത്രം നൽകിയ കൂട്ടുകെട്ടാണ്. കുറച്ച് ലാസ്റ്റ് പരാജയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹിറ്റുകൾ മാത്രം നൽകിയ ഒരു സിനിമ. ഒരുപാട് നരനും റൺ ബേബി റണ്ണും അങ്ങനെ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകളുണ്ട് അവരുടെ കൂട്ടുകെട്ടിൽ. അന്നേരം ചെമ്പൻ വിനോദാണ് ഇതിൻ്റെ കഥാതിരക്കഥാ സംഭാഷണം എഴുതുന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബിന്ദു പണിക്കറിൻ്റെയും സായികുമാറിൻ്റെയും മോള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വലിയ ക്യാൻവാസിലുള്ള USA ഷൂട്ടിംഗ് ഉള്ള സിനിമ. ഏകദേശം 5-6 മാസം വരെ ഷൂട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ള സിനിമ. മോഹൻലാൽ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ അടുത്ത വർഷം ലൂസിഫറിൻ്റെ രണ്ടാമത്തെ എമ്പുരാൻ റിലീസ് ചെയ്യും. ഈ വർഷം റിലീസ് ചെയ്യുന്ന സിനിമകളിൽ എന്തായാലും റംബാൻ കാണുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലെങ്കിലും ബറോസ് എന്തായാലും ഉറപ്പാണ്. പിന്നെ നമ്മുടെ സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം ഉറപ്പാണ്. പിന്നെ മറ്റൊരു ചിത്രം ജിത്തു ജോസഫിൻ്റെ കുറേ വർഷങ്ങളായിരിക്കും, 4 കൊല്ലത്തിൽ കൂടുതലായി ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം 2 പാർട്ടായിട്ടാണ്. റാം 1, റാം 2. അതിനകത്ത് റാം 1 ഏതാണ്ട് 10 ദിവസത്തോളം ഷൂട്ടിങ് ബാക്കിയുണ്ട്. റാം 2 നല്ല ശതമാനം ഷൂട്ടിങ്, ഒരു 10-42 ദിവസം ഇനി ഷൂട്ടിങ് ചെയ്യാനുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഏറ്റവും കൂടുതൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത പടം റാം ആയിരിക്കും. റാം 1 ഈ വർഷം എന്തായാലും റിലീസ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർ ജിത്തു ജോസഫ് തന്നെ കൃത്യമായിട്ട് ഇൻ്റർവ്യൂ അതെല്ലാം ക്ലാരിറ്റി ആയിട്ട് പറയുന്ന ഒരാളാണ്. 140 കോടി രൂപ ചിലവായിട്ടുണ്ട് ഈ 2 പാർട്ടിനും. അത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. പൂർണ്ണമായ ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ്. സാധാരണയുള്ള രീതിയിലുള്ള ദൃശ്യ മോഡൽ പടമല്ല, ആക്ഷൻ ത്രില്ലർ പടം തന്നെയാണ്. ഒരുപാട്
ലൊക്കേഷണൽ കവർ ചെയ്ത സിനിമയാണ്. അതിലൊരു എന്തായാലും ബിഗ് ക്യാൻവാസിൽ കാണാൻ പറ്റുന്നതാണ്. റാം 1 ഈ വർഷം റിലീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ മോഹൻലാൽ സൗദി വെള്ളയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെയുള്ള സിനിമകൾ സംവിധാനം ചെയ്ത നമ്മുടെ വേറൊരു പടം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു, എന്നോട് കൃത്യമായിട്ട് അതായത് തരുൺ മൂർത്തിയുടെ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു എന്നുള്ള സൂചനയുണ്ട്. അടുത്ത തരുൺ മൂർത്തി ചിത്രം മോഹൻലാലാണ് നായകൻ. അന്നേരം അത് അടുത്ത വർഷമേ ചിലപ്പോൾ റിലീസ് കാണത്തുള്ളൂ. ഈ വർഷം ബെറോസ് ഉറപ്പിക്കാം, സത്യനന്ദിക്കാട് ചിത്രം ഉറപ്പിക്കാം. ഈ 2 ചിത്രങ്ങൾ എന്തായാലും ഉണ്ട്. റാമിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷം മോഹൻലാലിൻ്റെ കിടിലം വർഷമാകാൻ സാധ്യതയുണ്ട്. കാരണം എമ്പുരാനും റംബാനും ഒക്കെ ഇറങ്ങുന്ന വർഷങ്ങളാണ്. തരുൺമൂർത്തി പടങ്ങളും പുത്തൻ സംവിധായകർ ചിലപ്പോൾ അദ്ദേഹം ഡേറ്റ് കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നു. പ്രിയദർശൻ സിനിമ എന്തായാലും ഈ വർഷം അടുത്ത വർഷം എന്തായാലും ഒരു സിനിമ ഉറപ്പായിട്ടും കാണും. പ്രിയദർശൻ്റെ എനിക്ക് 100ാമത്തെ ചിത്രമാണ്. മോഹൻലാലിനെ വെച്ചല്ലാതെ പ്രിയദർശൻ സിനിമ ചെയ്യത്തില്ലെന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അന്നേരം ആ ഒരു ചിത്രവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല വർഷങ്ങളാകട്ടെ. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടനെയാണ് നമുക്ക് കാണാൻ കൂടുതൽ, താരത്തെക്കാട്ടി കൂടുതൽ നടനയോടെ, താരത്തെയും കാണണം, നടന വിസ്മയോടെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളോട് അദ്ദേഹം ചെയ്താൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർക്കുന്നത്, ബ്ലസ്സിയുടെ മോഹൻലാൽ ചിത്രവും അണിയറിൽ ഒരുങ്ങുന്നു എന്ന് പറയുന്നു. ഇന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല, എന്നാലും അണിയറിൽ ഒരുങ്ങുന്നു. നല്ല അഭിനയ സാധ്യതയുള്ള സിനിമകൾ മോഹൻലാലിനോട് സമ്മാനിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. ഒറ്റ സിനിമ മതി അഭിനയിച്ച സിനിമയും, അല്ലെങ്കിൽ ഇപ്പം നേരെന്ന് പറഞ്ഞൊരു കൊച്ചുപടം വന്നിട്ട് ഇവിടെ വന്ന് തകർത്തിട്ട് പോയ സിനിമയാണ്, തകർത്ത് വാരി കളക്ഷൻ നേടിയ സിനിമയാണ്. അന്നേരം ഒരു സിനിമ മതി മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന നടന്മാർക്കൊക്കെ തിരിച്ചൊന്ന് ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ. അങ്ങനെ മോഹൻലാലിൻ്റെ ഗംഭീര വർഷമായിരിക്കട്ടെ 2024-25 നമുക്ക് ആശംസിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കുക. സൈനിങ് ഓഫ്.